ഹായ്, എല്ലാവർക്കും PreethasAmmus Food സ്വാഗതം. ഇന്ന് നിങ്ങൾക്കായി ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പായസമാണ്. മത്തങ്ങ പായസമാണ് ഇന്ന് നിങ്ങൾക്കായി ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ രുചിയുള്ള പായസമാണിത്. ഈ ഓണത്തിന് എല്ലാവരും ഈ പായസം ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. ഞാനിവിടെ 1/2 കിലോ മത്തങ്ങ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ മീഡിയം സൈസിലാണ് അരിഞ്ഞിരിക്കുന്നത്. വലിയ സൈസായാലും കുഴപ്പമില്ല, കുക്കറിൽ വേവിക്കാനുള്ളതുകൊണ്ട് പെട്ടെന്ന് വെന്ത് വെക്കും. ഞാനിവിടെ 250 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. മധുരം എല്ലാവർക്കും ഇഷ്ടമല്ലേ? പായസത്തിന് മധുരം കൂടിയാൽ ഇത്തിരി കൂടി ടേസ്റ്റ് ഉണ്ടാവില്ലേ. അടുത്തത് 1.5 തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 1/4 കപ്പ് തേങ്ങക്കൊത്താണ്. നമ്മൾ ഏലക്കയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ആവശ്യത്തിന് ഇടാം. അടുത്തത് നമ്മൾ കിസ്മിസാണ് എടുത്തിട്ടുള്ളത്. ഞാൻ കടയിൽ നിന്ന് മേടിക്കുന്ന ചെറിയ പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് കശുവണ്ടിയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അടുത്തത് നമ്മൾ മിൽമ നെയ്യാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ കുറച്ച് പായസം ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് കുറച്ച് നെയ്യ് മതി. നമുക്ക് മത്തങ്ങ വേവിക്കാൻ വെക്കാം. ഇനി നമുക്ക് 1-ാം പാലിൻ്റെ 2-ാം പാലിൻ്റെ തേങ്ങയുടെ ബാക്കി വന്ന വെള്ളം നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതില്ലെങ്കിൽ സാധാരണ വെള്ളമായാലും ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്കിത് ഒരു വിസിൽ വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്കിത് തുറന്നു നോക്കാം. നല്ലോണം വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം. ഇതുപോലെ നല്ലോണം ഉടച്ചെടുക്കണം. നല്ലോണം ഉടഞ്ഞിട്ടുണ്ട്. കഷ്ണങ്ങളായി കിടക്കരുത്, നല്ലോണം ഉടച്ചെടുക്കണം. ഇപ്പൊ നല്ലോണം ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര ഉരുക്കാം. ഞാനിപ്പോ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാകത്തിന് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്കിതൊന്ന് നല്ലോണം തിളപ്പിച്ചെടുക്കണം. ഇപ്പൊ നമ്മുടെ ശർക്കര നല്ലോണം ഉരുകിയിട്ടുണ്ട്. ഇനി നമുക്ക് പായസം എങ്ങനെ ഉണ്ടാക്കണ്ടെന്ന് നോക്കാം. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിപ്പോൾ ഒരു കുഞ്ഞു ഉരുളി എടുത്തിട്ടുണ്ട്. നമുക്കിത് ഇനി ഗ്യാസ് ഓൺ ചെയ്യാം. ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. ഉരുളി ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. നമ്മുടെ നെയ്യ് നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മത്തങ്ങ ഉടച്ചെടുത്ത മത്തങ്ങ ഇതിലോട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മത്തങ്ങയിൽ വെള്ളം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. നല്ലോണം വെത്തി കഴിഞ്ഞിട്ട് ശർക്കര ഒഴിച്ചാലും മതി. ഇതൊരു വെറൈറ്റി ആയി പായസമാണ്. ഓണത്തിന് എല്ലാവരും തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. ഇപ്പോൾ ഞാൻ ശർക്കര അരിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശർക്കര നമ്മൾ ശ്രദ്ധിക്കണം, ഇവിടെ കല്ലും ഉണ്ടെങ്കിൽ നമ്മൾ അരിച്ച് ഒഴിച്ചു കൊടുക്കണം. നമുക്ക് നന്നായി ഒന്ന് വരട്ടിയെടുക്കണം. നന്നായി വരട്ടിയെടുത്താൽ മാത്രമേ പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പൊ നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 2-ാം പാൽ ഒഴിക്കാം. നല്ലോണം ഇളക്കി കൊടുക്കാം. ഇനി നന്നായി തിളച്ച് വന്ന ശേഷമാണ് 1-ാം പാൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മുടെ പാൽ
പായസം ഇവിടെ നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒന്നാം പാല് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഏലക്ക പൊടിച്ചത് 1 ടേബിൾ സ്പൂൺ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പിടാം. ടേസ്റ്റ് ബാലൻസ് ആവാൻ വേണ്ടി മാത്രമാണ് കുറച്ച് ഉപ്പിടുന്നത്. ഇനി നമുക്ക് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇടാൻ പോണേണ്. നമുക്കിതിലോട്ട് തേങ്ങാക്കൊത്തിടാം. ഒരു ബ്രൗൺ കളർ ആവണ വരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. കൂടുതൽ കരിഞ്ഞു പോകരുത്. തേങ്ങ പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കിസ്മിസും അണ്ടിപ്പരിപ്പും ഇടാം. ഇനി നമുക്ക് വറുത്ത് വെച്ച കിസ്മിസും അണ്ടിപ്പരിപ്പും തേങ്ങക്കൊത്തും ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ മത്തങ്ങ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേറെ ബൗളിലോട്ടൊന്ന് മാറ്റാം. നമ്മുടെ മത്തങ്ങ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ബൈ.